ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ചെമ്മീൻ റോസ്റ്റ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നോക്കാം. അതിന് വേണ്ടിയിട്ട് അവിടെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് മസാല തേച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ചട്ടി വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഓരോരോ ചെമ്മീനായിട്ട് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചട്ടിയിൽ ഫുള്ളായിട്ട് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെമ്മീൻ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. വേറൊരു ചട്ടി വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുള്ളത്. സവാള ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുള്ളത്. കറിവേപ്പിൻ്റെ ഇല കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പുറത്തെ ചട്ടിയിൽ ചെമ്മീൻ ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്തിട്ടതിന് ശേഷം അതിൻ്റെ ഓയിലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളെ സവാളയിലേക്ക്. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയിൽ ഇങ്ങനെ ചെമ്മീൻ ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.